അമ്മ നമ്മളെ വിളിച്ചുകൊണ്ട് പോണത് പഴുത്ത ചക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചക്കയൊക്കെ താഴത്ത് കിടക്കുന്ന കാരണം കൊണ്ട് അതിനെ സെക്യൂർ ആയിട്ട് ഒരു പാളയിലൊക്കെ വെച്ച് ചക്കയായിട്ട് അമ്മ ഇങ്ങോട്ട് പോന്നു. വീട്ടിലെത്തി അത് മുറിച്ചു നോക്കിയപ്പോഴുണ്ടടാ ചക്കയുടെ ഒരു സൈഡ് മൊത്തം പഴുത്തും ചീഞ്ഞൊക്കെ ഇരിക്കണം. അങ്ങനെ അതിലത്തെ ചക്കക്കുരു ഒക്കെ എടുത്തിട്ട് നമ്മളിന്ന് ചക്കക്കുരും ഇരുമ്പുളിയും കറി വെക്കാന്ന് വിചാരിച്ചു. ഇളയമ്മ ചക്കക്കുരു ഒക്കെ നന്നാക്കി തന്നു കേട്ടോ. ഒരു പിടി പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ഇരുമ്പുളിയും തക്കാളിയും കുഞ്ഞുള്ളിയും പിന്നെ നമ്മുടെ ആ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞതുണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിനെ പല നാടുകളിലും പല രീതിയിലായിരിക്കും വെക്കുന്നുണ്ടാവുക അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അത് എന്നിട്ട് വെന്ത് വന്ന പരിപ്പിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ പച്ചമുളകും നമുക്ക് അരിഞ്ഞിടാം. നമ്മുടെ നാടൻ പച്ചമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറുകി വന്ന ഈ ചാറിലേക്ക് ഭാഗ്യം ചിരകി തന്നിട്ടുള്ള തേങ്ങയിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ അരപ്പിലേക്ക് ആ ഒരു വെന്ത് വന്ന ചാറും കൂടി ചേർത്ത് കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ താളിച്ച് ഒരു മീൻ വറുത്തതും ചമ്മന്തിയും കൂട്ടി അടിക്കുക. സംഭവം